ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. ഇടുക്കി പേപ്പാറയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത റേഷൻ അരി വിതരണം ചെയ്തുവെന്ന പരാതി ഉയർന്ന റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ലൈസൻസി വത്സമ ജോർജിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ വിശദീകരണം. നിലവിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ സാധനങ്ങൾ മറ്റൊരു കടയിലേക്ക് മാറ്റും. ഭക്ഷ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത 75 കിലോ അരി കണ്ടെത്തി എന്ന് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ്. ഗുരുതര വീഴ്ച ലൈസൻസി വത്സമ ജോർജിന് ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെ തന്നെയും ഈ സമാനമായ സാഹചര്യത്തിൽ അരി ഉൾപ്പെടെ ഈ റേഷൻ കടയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ അടിയന്തരമായിട്ട് ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഈ റേഷൻ കടയിൽ ബാക്കിയുള്ള അരിയും മറ്റ് സാധനങ്ങളും മറ്റൊരു റേഷൻ കടയിലേക്ക് ഗുണഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ വിതരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മാറ്റും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പേപ്പാർ സ്വദേശി മാത്യു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെന്തായാലും ഇങ്ങനൊരു നീക്കം താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. GK. ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.